ഹായ്, നിങ്ങൾ ഉദ്യോഗാർത്ഥികളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഒരു സ്കോളർഷിപ്പ് എക്സാം ഞാൻ ഇവിടെയും കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മളവിടെ PSCയിൽ LGS, LDC, ഡിഗ്രി ലെവൽ പരീക്ഷകൾ, +2 ലെവൽ പരീക്ഷകൾക്കൊക്കെ ഇതേപോലെയുള്ള സ്കോളർഷിപ്പ് എക്സാമുകൾ നടത്താറുണ്ട്. അത് നമ്മൾ LPUPക്കും നടത്താൻ ഉദ്ദേശിക്കുകയാണ്. അതായത് പഠിക്കാൻ ആഗ്രഹമുള്ള മിടുക്കരായിട്ടുള്ള നിങ്ങൾക്ക് എന്താണ് സാമ്പത്തിക ഒരു പ്രശ്നമാണെങ്കിൽ അത് തരണം ചെയ്യാനുള്ള ഒരു വഴിയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനെ കാണാം. അതായത് ഈ ഒരു എക്സാം എഴുതി വിജയിച്ചു കഴിഞ്ഞാൽ ആദ്യ റാങ്കുകളിൽ നിങ്ങൾ എത്തുകയാണെങ്കിൽ 1, 2, 3 സ്ഥാനങ്ങളിൽ നിങ്ങൾ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് എൻ്റെ ഗോൾഡ് ബാച്ചിൽ ചേർന്ന് പഠിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ 4, 5, 6 ഇങ്ങനെ തുടർന്ന് 100 വരെയുള്ള റാങ്കുകാർക്ക് ഉയർന്ന ഡിസ്കൗണ്ടോടുകൂടിയും അഡ്മിഷൻ ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ പരീക്ഷയിൽ പഠിച്ച് ആദ്യ റാങ്ക് നേടിയാലല്ലേ കിട്ടുള്ളൂ, അങ്ങനെ നേടുന്നവർ മിടുക്കന്മാരല്ലേ, അവർക്ക് പിന്നെ എന്തിനാ ഈ ഗോൾഡ് ബാച്ച് എന്ന് ചിന്തിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് പിന്നെ എന്തിനാ സാറേ ക്ലാസ് എന്ന് വിചാരിക്കുന്നുണ്ടാവും. തെറ്റാണ്. ഇത് നിങ്ങൾക്ക് ആർക്കും പറ്റും. വെറും 5 ടോപ്പിക്കാണ്. ആ ടോപ്പിക്കിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ഞാൻ തരും. ആ നോട്ട്സ് നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ലിങ്ക് ഇവിടെ ഉണ്ടാവും, ഈ വീഡിയോയുടെ കൂടെ തന്നെ ഉണ്ടാവും. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ആ 5 ടോപ്പിക്കുകളുടെ കംപ്ലീറ്റ് നോട്ട് നിങ്ങൾക്ക് കിട്ടും. ആ നോട്ട് നന്നായിട്ട് പഠിച്ചിട്ടാണ് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. ആ എക്സാം അറ്റൻഡ് ചെയ്താൽ അതിൽ ആദ്യ റാങ്ക് നേടാനുള്ള അവസരം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെയാണ്. അത് ഇപ്പോൾ ഉള്ള പഠിപ്പിസ്റ്റുകളായാലും PSCയിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന പഠിപ്പിസ്റ്റുകളായാലും പുതിയതായിട്ട് കടന്നു വരുന്ന ഒരാളായാലും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ അവസരമാണ് അവിടെ കിട്ടുന്നത്. അപ്പം ഇവിടെ മിടുക്കന്മാർക്ക് മാത്രമുള്ളതല്ല ഇത്, അതായത് സ്കോളേഴ്സിനുള്ളതാണ് സ്കോളർഷിപ്പ്. പക്ഷേ ആ ഒരു സ്കോളർഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളൊരു സ്കോളറാണെന്ന് തെളിയിക്കാനുള്ള അവസരം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെയാണ്. കാരണം 5 ടോപ്പിക്കേ ഉള്ളൂ, ആവശ്യത്തിന് സമയമുണ്ട്. 20-ാം തീയതിയാണ് നമ്മൾ പരീക്ഷ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, 20-ാം തീയതി 2 മണി മുതൽ 11:59, അതായത് 12 മണി വരെ സമയം ഉണ്ടാവും. ഇതിനിടയിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഒരു തവണയെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ടൈമിലേക്ക് അത് നന്നായിട്ട് പഠിച്ച് അറ്റൻഡ് ചെയ്യുക, ടോപ്പിക്കുകൾ നന്നായിട്ട് പഠിച്ചിട്ട്. ഡിസംബർ 20-ാം തീയതിയാണ് നമ്മൾ പരീക്ഷയ്ക്ക് ഉദ്ദേശിക്കുന്ന ഡേറ്റ്. ഓക്കെ, അപ്പോൾ അന്നത്തെ ദിവസം 20-ാം തീയതി ഈ സമയത്തിനുള്ളിൽ പരീക്ഷ നടക്കും. അപ്പോഴേക്കും പഠിച്ച് തയ്യാറായിക്കൊള്ളുക. അതിനുള്ള ടോപ്പിക്കും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോയുടെ കൂടെ അല്ലെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് നോട്ട് അയച്ചു തരും. അതിൽ ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സൗജന്യമായിട്ട് നോട്ട് അയച്ചു തരും. അവിടെ നിന്ന് തരുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും മറ്റ് കാര്യങ്ങൾ എങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരിക. അപ്പോൾ ആദ്യത്തെ 3 പേർക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ മാസം അവസാനം ആരംഭിക്കുന്ന എൻ്റെ ഗോൾഡ് ബാച്ചിലേക്ക് സൗജന്യമായിട്ട് അഡ്മിഷൻ ലഭിക്കുമെന്നുള്ളത് ഒരു പ്രധാന പ്രത്യേകതയാണ്. ബാക്കിയുള്ളവർക്കാണെങ്കിൽ ഉയർന്ന ഡിസ്കൗണ്ടോട് കൂടിയും അഡ്മിഷൻ ലഭിക്കും. 5 ടോപ്പിക്കുകളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ ടോപ്പിക്കിൻ്റെ വിശദമായിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് PDF നോട്ട്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം, നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. ഇതിൽ വേറെ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ, അങ്ങനെ സംശയിക്കേണ്ട നിങ്ങൾ. അപ്പോൾ ഇത് ഞാനിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പൈസ പോകും, അങ്ങനെയുള്ള ഒരു ചിന്തയും വേണ്ട. ഇതിൽ നിങ്ങൾക്ക് തീർത്തും സൗജന്യമായിട്ടാണ് ഇതിൻ്റെ നോട്ട്സും ഇതിൻ്റെ എക്സാമും നടക്കുക. 1-ാമത്തെ ടോപ്പിക്ക് ചലനം എന്നുള്ള ടോപ്പിക്കാണ്. 2 സിന്ധു നദീതട സംസ്കാരം എന്നുള്ള ടോപ്പിക്കാണ്. 3 ലായനികൾ എന്നുള്ള ടോപ്പിക്കാണ്. ദെൻ വക്കം മൗലവി എന്നുള്ളതാണ്. റിസർവ് ബാങ്ക് എന്നുള്ളതാണ്. ഈ 5 ടോപ്പിക്കുകളുടെ നോട്ട്സ് ഡൗൺലോഡ് ഈ വീഡിയോ വന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കും ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട്സ് ഡൗൺലോഡ് എടുക്കാൻ പറ്റും. അപ്പം ആ നോട്ട്സ് ഡൗൺലോഡ് ചെയ്തിട്ട് പഠിക്കുക. 20-ാം തീയതി വരെ സമയമുണ്ട്. ആ ഒരു സമയം ഉപയോഗിച്ചുകൊണ്ട് ഈ ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ചു തീർത്ത് എക്സാം അറ്റൻഡ് ചെയ്ത് സൗജന്യമായിട്ട് കയറി വരിക. ആ 3 പേരുടെ ആരൊക്കെയാണ് ആ 3 പേര് വിജയിച്ചു കഴിഞ്ഞാൽ 1, 2, 3 ആ 3 പേരുടെ ഒരു പോസ്റ്ററൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് റാങ്ക് മേക്കർ PSC ടിപ്സ് എന്ന എൻ്റെ ടെലഗ്രാം ചാനലുണ്ട്. ആ ഗ്രൂപ്പിലും സൗജന്യമായിട്ട് ജോയിൻ ചെയ്യാം. അവിടെ ഞാൻ ആ പോസ്റ്റർ ഇടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ വിജയികൾ ആരാന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ വിജയികളെ നേരിട്ട് എൻ്റർ ചെയ്യുന്ന കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്യും, അഡ്മിഷൻ തരികയും ചെയ്യും. അപ്പം ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം ഇങ്ങനെ കൂടെ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ കുറേ കാലമായിട്ട് പറയുന്നതാണ്, നമ്മൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് സൗജന്യമായിട്ട് കൊടുക്കാറുണ്ട്. ഭിന്നശേഷിക്കാർക്കൊക്കെ എൻട്രിയിൽ സൗജന്യമായിട്ട് കൊടുക്കാറുണ്ട്. എൻ്റെ എല്ലാ ബാച്ചിലും മിക്കവാറും കുറേ ആളുകൾ സൗജന്യമായിട്ട് പഠിക്കുന്നുണ്ട്. അവരുടെ ഒന്നും ഡീറ്റെയിൽസ് നമ്മൾ പുറത്തു വിടാഞ്ഞിട്ടാണ്. അതല്ലല്ലോ, കാരണം നമ്മളൊരാൾക്ക് സൗജന്യമായിട്ട് ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്കും അവരത് കൈ നീട്ടുന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു അവസ്ഥ കൊണ്ടാണ്. പക്ഷേ അഭിമാന ബോധം എന്ന് പറയുന്ന കാര്യം നമ്മളെപ്പോലെ തന്നെ അവർക്കും ഉണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ നേടിയവരുടെയോ ഒന്നും കാര്യങ്ങൾ നമ്മൾ എവിടെയും പറയാത്തത്. പിന്നെ ചില ആളുകൾ അവർക്ക് അവരുടെ ആ ഒരു അഭിമാന ബോധത്തേക്കാൾ വലുതായിട്ട് അവരെന്തിനെ കാണും, ചിലപ്പോൾ ആ തന്നതിന് ആ ഒരു ഫ്രീ ആയിട്ട് തന്നതിനുള്ള നന്ദി ഇല്ലേ, ആ നന്ദി പ്രകടനമാണ് എനിക്ക് എൻ്റെ അഭിമാനത്തേക്കാൾ വലുത് എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. അവരുടെ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ യൂട്യൂബ് വീഡിയോകളിലൂടെ കണ്ടിട്ടുണ്ടാവുക. അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് എത്രയോ ആളുകളുണ്ട് അല്ലേ, എൻ്റെ ബാച്ചിലൊക്കെ ചേർന്നിട്ട് ജോലി നേടിയതിന് ശേഷം ഇങ്ങനെ എൻട്രി സൗജന്യമായിട്ട് പഠിപ്പിച്ചതാണ്, അല്ലെങ്കിൽ എൻട്രിയിലൂടെ സുജയ് സാർ സൗജന്യമായിട്ട് പഠിപ്പിച്ചതാണെന്നൊക്കെ വിളിച്ച് പറയുന്ന കുറേ ആളുകളുണ്ട്. നമ്മൾ ആരെയും നിർബന്ധിക്കാറില്ല. ഇങ്ങോട്ട് വന്ന് പറയുമ്പോൾ മാത്രമാണ് അങ്ങനെയുള്ള വീഡിയോകൾ നമ്മൾ
ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഭിന്നശേഷിക്കാരെയും മാരക രോഗങ്ങളുള്ള ആളുകൾ, എത്രയോ ഫൈറ്റേഴ്സ്, ക്യാൻസർ ഫൈറ്റേഴ്സ് കൂടെ പഠിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയില്ല അവരെയൊന്നും. അവരൊക്കെ അങ്ങനെയുള്ള ആളുകൾ പഠിക്കുന്നുണ്ട്. അവർ പഠിക്കുമ്പോഴാണ് നിങ്ങൾ പറയുന്നത് എനിക്ക് പഠിക്കാൻ മടുപ്പാണ്, ഉറക്കം വരുന്നു, അതാണ് ഇതാണ് ആനയാണ് അല്ലേ, ചക്കയാണ്, കുതിരയാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന ടീമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ അങ്ങനത്തെ ഒരു തിരിച്ചറിവുണ്ടായിട്ട് ക്യാൻസറാണ് എനിക്ക് എന്നറിഞ്ഞിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുമ്പോൾ ഭാവി സുരക്ഷിതമാക്കണം, എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം, ആ ജോലി നേടി ബാക്കി ജീവിതം ഞാൻ എല്ലാവരും എന്നെ നോക്കി ചിരിക്കുന്ന, അതായത് അഭിമാനത്തോടെ അല്ലേ, കണ്ണുകളിൽ എന്താണ് ഒരാൾ നോക്കുമ്പോൾ കിട്ടുന്നുണ്ട്, നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ട്. നിങ്ങൾക്ക് അനുഭവിച്ചാലേ അറിയുള്ളൂ. ഞാനൊക്കെ അത് അനുഭവിച്ചിട്ടുള്ളതാണ്. നമ്മളെ പരിഹാസത്തോടെ നോക്കിയിരുന്ന ആളുകളെ നമ്മൾ അസൂയോടെ നോക്കുന്ന ഒരു കണ്ണിലൊരു തിളക്കമുണ്ട് സാധനം. നമുക്കറിയാം നമ്മളവിടെ ആ സ്റ്റേജിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളവിടെ ആ ഒരു വിജയിച്ച് കഴിഞ്ഞ് വിജയശ്രീലാളിതനായി നിന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ നോക്കുന്ന ആ നോട്ടത്തിലുണ്ടാവും, അവരുടെ കണ്ണിലുണ്ടാവും നമ്മൾ ആ ഒരു വിജയം നേടിയതിലുള്ള ഒരു കുശുമ്പ് നിറഞ്ഞ അല്ലെങ്കിൽ അസൂയ നിറഞ്ഞൊരു സാധനം. ആ ഫീലൊക്കെ ഭയങ്കര സാധനമാണ്. അഭിമാനബോധവും ഇതേപോലെയുള്ള മധുര പ്രതികാരങ്ങളും ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലും കുറേ കിടക്കുന്നുണ്ടാവും. അതിനുള്ളൊരു അവസരമാണ്, അതിനുള്ളൊരു ഇറങ്ങിത്തിരിക്കൽ എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നന്നായിട്ട് പഠിക്കാൻ ഇഷ്ടംപോലെ സമയം മുന്നിലുണ്ട്. അപ്പോൾ ഈ ഒരു അവസരം കൂടെ നിങ്ങൾക്ക് തരികയാണ്, അത് വിനിയോഗിക്കുക. അതേപോലെ തന്നെ മറ്റവസരങ്ങൾ ഈ പറഞ്ഞ അത്രയും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണഗതിയിൽ കോൺടാക്ട് ചെയ്യുന്ന പോലെ എന്നെ കോൺടാക്ട് ചെയ്യാം. അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് അങ്ങനെയും സൗജന്യമായിട്ട് പഠിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഈ ഒരു അവസരങ്ങൾ എല്ലാവരും വിനിയോഗിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.